അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ തമദ്ദിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിഖ് വരെ പറഞ്ഞു നിർത്തി. ഇപ്പോൾ ഇതിൽ ഹദീസും അതിലെ മെയിനായിട്ടുള്ള 6 പണ്ഡിതന്മാരും ആടെ മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഹദീസ് പണ്ട് കാലത്ത് ലൈഫും സഹീഹും ഒക്കെ മിക്സ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം വന്ന പ്രമുഖരായ 6 ഹദീസ് പണ്ഡിതരാണ് ഇത് സഹീഹ് ഏതാണ്, ഹസൻ ഏതാണ്, ലൈഫ് ഏതാണ് എന്ന് തുടങ്ങി നമ്മൾ ഉസൂൽ ഹദീസിൽ പഠിച്ച പല വിഭാഗങ്ങളാക്കി പല ക്ലാസ്സുകളായിട്ട് തിരിച്ചത് ആദ്യമായിട്ട് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ബുഖാരി ഇമാമിൻ്റെ യഥാർത്ഥ പേര് അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ അബുൽ ഹസൻ ഇസ്മായിൽ ബുഖാരി എന്നാണ്. ബുഖാറയിൽ 194 ജനിച്ച് ബഗ്ദാദിൽ 256 ഹിജ്റ വർഷം 256 വഫാത്തായവരാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഈ ബുഖാരി എന്ന ഗ്രന്ഥമാണ് ഹദീസിലെ ആദ്യത്തെയും ഏറ്റവും അസഹായതുമായ ഹദീസ് ഗ്രന്ഥമായിട്ട് കണക്കാക്കപ്പെടുന്നത്, അറിയാൻ തന്നെ. ഇനി രണ്ടാമത്തത് മഹാനായ ഇമാമിന് മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരുടെ റെഡിക്ക് പേര് ഇമാം അബുൽ ഹസൻ മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് അൽ ഖുറൈശി അൻ-നൈസാബൂരി എന്നാണ്. ഇവർ നൈസാബൂറിൽ 261 ഹിജ്റ വർഷത്താണ് വഫാത്താകുന്നത്. അടുത്തത് മഹാനായ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരുടെ റെഡിക്ക് പേര് മുഹമ്മദ് ബിൻ യസീദ് ബിൻ മാജ അൽ ഖസ്വീനി എന്നാണ്. ഇവർ ഒരുപാട് യാത്രകൾ ചെയ്ത് ഹദീസ് പഠിക്കുകയും ഒക്കെ ചെയ്ത കുറേ ഇൽമ നേടിയ പണ്ഡിതനാണ്. ബസറ, കൂഫ, ബഗ്ദാദ്, മക്ക, ഷാം എന്നിവിടങ്ങളിലൊക്കെ സഞ്ചരിച്ച ഒരു പ്രഗത്ഭ ഹദീസ് പണ്ഡിതനാണ് മഹാനായ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി. ഇവർ വഫാത്താകുന്നത് 273 ഹിജ്റ വർഷത്തിലാണ്. അടുത്തത് മഹാനായ അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരുടെ കിതാബിൻ്റെ പേര് സുനനു അബി ദാവൂദ്. ഇവരുടെ റെഡിക്ക് പേര് അബൂ ദാവൂദ് സുലൈമാൻ ബിൻ അൽ അഷ്അസ് അൽ അസ്ദി അസ്സജിസ്താനി എന്നാണ്. ഇവർ വഫാത്താകുന്നത് 275 അടുത്തത് മഹാനായ തുർമുദി ഇമാമ്. ഇവരുടെ റെഡിക്ക് പേര് അബു ഈസ മുഹമ്മദ് ബിൻ ഈസ അൽ-വഹാഖ് തുർമുദി എന്നാണ്. ഇവരുടെ കിതാബിൻ്റെ പേര് ജാമിഉ സഹീഹ്. അടുത്തത് മഹാനായ ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരുടെ റെഡിക്ക് പേര് അബു അബ്ദുറഹ്മാൻ അഹ്മദ് ബിൻ അലി അൻ-നസായി എന്നാണ്. വഫാത്താകുന്നത് ഹിജ്റ വർഷം 303. അടുത്തത് തഫ്സീറിനെ പറ്റിയാണ് പറയുന്നത്. തഫ്സീർ ആ കാലഘട്ടത്തിൽ ഒരുപാട് തഫ്സീറുകൾ എഴുതപ്പെട്ടിരുന്നുവെങ്കിലും മഹാനായ അബൂ ജഅഫർ ഇബ്നു ജരീർ ത്വബരി എന്ന പണ്ഡിതൻ്റെ തഫ്സീറുൽ കബീർ അല്ലെങ്കിൽ ജാമിഉൽ ബയാൻ ഫി തഫ്സീറുൽ ഖുർആൻ എന്ന തഫ്സീറാണ് ഏറ്റവും ശുഹ്റത്ത് കിട്ടിയത്. കാരണം അതിൽ സഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും ഖൗലുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു മാനവറുകൾ ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് അഖീദ, ഇൽമുൽ കലാം. ഇൽമുൽ കലാം എന്ന ഇൽമിൻ്റെ ശാഖ വന്നത് ഫിഖ് എന്നുള്ള ഒരു ഇൽമിൻ്റെ ടൈപ്പ് വന്നതിന് ശേഷമാണ് ഇൽമുൽ കലാം വരുന്നത്. ഇത് അള്ളാഹിൻ്റെ ഖുർആനിലും ഹദീസിലായിക്കൊണ്ട് ഇലാഹിയത്തിനെയും തൗഹീദിനെയും പറ്റി പറയുന്നുണ്ട് എങ്കിലും ഇതിന് കൃത്യമായി ബുദ്ധിപൂർവ്വം അഖിലിയായിട്ടുള്ള തെളിവുകളൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ ആയത്തുകളൊക്കെ ബിദഈകൾ തെറ്റായി വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ പണ്ഡിതന്മാർ ചിന്തിച്ച് ഇതിന് അഖിലിയായിട്ട് ചിന്തിച്ചുകൊണ്ട് തെളിവുകൾ കൊടുക്കുന്ന ഒരു ഇത് വേണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇൽമുൽ കലാം എന്നുള്ള ഒരു ഇൽമിൻ്റെ ശാഖ വരുന്നത്. റാഫിളികളും മുഅ്തസിലിയാക്കളും ഖവാരിജികളൊക്കെ ബിദഈപരമായിട്ടുള്ള തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഖുർആനിക ആയത്തിന് കൊടുത്തപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്രകാരമുള്ള ഒരു ഇൽമ വന്നു. അങ്ങനെ ഓരോ തെളിവുകൾ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് മുനാദറകളും ഒരുപാട് തർക്കങ്ങളും സംഭവിച്ചു. അങ്ങനെ ഈ ഇൽമുൽ കലാം എന്നുള്ള ശാഖ വളരെ വൈഡായിട്ട് മാറുകയായിരുന്നു. അങ്ങനെ അഹ്ലുസുന്നത്തിൻ്റെയും മുഅ്തസിലിയാക്കളുടെയും വസ്തൻ എന്നുള്ള നിലയ്ക്ക് രണ്ടിൻ്റെയും ഇടക്കായിട്ട് കൊണ്ട് മഹാനായ അശ്ശരി ഇമാമ് ഒരു മദ്ഹബ് കൊണ്ടുവന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മാറുതി ഇമാമോ മറ്റൊരു മദ്ഹബ് കൊണ്ടുവന്നു. ഇങ്ങനെയാണ് അഖീദയിൽ 2 മദ്ഹബുകൾ ആയിട്ടുള്ളത്. അടുത്തത് ഇതിലെ പ്രധാന പണ്ഡിതന്മാരെ പറ്റി പറയുകയാണ്. ഒന്നാമത്തത് ഇമാം അബൂ ഹനീഫ, ഹനഫി ഇമാം തന്നെ. ഹനഫി ഇമാമിൻ്റെ അൽ ഫിഖുൽ കബീർ എന്നുള്ള ഗ്രന്ഥത്തിൽ ഇതും ചർച്ച ചെയ്യപ്പെട്ട കാരണത്താൽ ആദ്യമായിട്ട് ഇൽമുൽ കലാമിൽ എഴുതപ്പെട്ട രചന എന്നുള്ളത് ഏതാണ്? അൽ ഫിഖുൽ കബീറാണ്.
അപ്പോൾ ആദ്യത്തെ പണ്ഡിതന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും. ഇതിൽ പിന്നെ രണ്ടാമതായി പറയുന്നത് അബൂ ഹുദൈഫ വാസിൽ ബിൻ അത്ത എന്നുള്ള പണ്ഡിതനാണ്. ഇവർ വലിയ സാഹിത്യകാരനായിരുന്നുവെങ്കിലും ഇവർക്ക് റാ ഉച്ചരിക്കാനാകില്ലായിരുന്നു. റാ ഉള്ള പദങ്ങൾ വന്നാൽ പ്രയാസപ്പെട്ടുകൊണ്ട് ആയിരുന്നു ഉച്ചരിക്കാറുണ്ടായിരുന്നത്. ഹിജ്റ വർഷം 131 മഹാനവറുകൾ വഫാത്താകുന്നത്. മൂന്നാമതായി പറയുന്നത് അബു അലി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ഈ പണ്ഡിതന് വഫാത്താകുന്നത് 303 ഹിജ്റ വർഷം 303 മഹാനവറുകൾ വഫാത്താകുന്നത്. അടുത്തത് മെയിനായിട്ടുള്ള നമ്മുടെ അബുൽ ഹസൻ അൽ അശരി ഇമാമിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം മുഅ്തസിലികളിൽപ്പെട്ട ആളായിരുന്നു. പിന്നീട് ഒരിക്കൽ വന്നിട്ട് ജനങ്ങളോടൊക്കെ പറഞ്ഞു, മുഅ്തസിലി ആയതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട്, അതിൽ ഞാൻ മാറുകയാണ്. ഇനി അതുമാത്രമല്ല, ഇനി നിങ്ങളിൽ നിന്നുണ്ടാകുന്ന രചനകളൊക്കെ മുഅ്തസിലികൾക്ക് എതിരായിട്ട് വരികയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇങ്ങനെ അഖിലിയായിട്ട് ചിന്തിച്ചു തുടങ്ങി. പിന്നീട് അള്ളാഹിൻ്റെ ഓരോ സിഫത്തുകളും അള്ളാഹിൻ്റെ ഹയാത്ത് യദ് എന്നൊക്കെ ഖുർആൻ പറഞ്ഞ എല്ലാത്തിനെയും കൃത്യമായിട്ട് ഇസ്ബാത്ത് ചെയ്യാനും തുടങ്ങി. ഇതാണ് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അശ്ശരി ഇമാമിന് 3 ഹാലുകളുണ്ടായിരുന്നു. ഒന്നാമത്തത് മുഅ്തസിലി ആയതും, രണ്ടാമത്തത് ഇങ്ങനെയുള്ള തെളിവന്വേഷിച്ചുള്ള ചിന്തകളും, മൂന്നാമത്തത് ഇസ്ബാത്തിൻ്റെ ഒരവസ്ഥയും. ഇങ്ങനെ 3 അവസ്ഥകൾ മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നു എന്ന് ആണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇങ്ങനെ അശ്ശരി ഇമാം ഓരോന്ന് ചിന്തിച്ചു കൊണ്ടുള്ള അഖീദയിൽ മാത്രമായിട്ട് 55ഓളം കിതാബുകൾ അശ്ശരി ഇമാമിനുണ്ടായിരുന്നു. ഇനി അടുത്തത് ഇൽമു തസവൂഫ്. തസവൂഫിൻ്റെ ഇൽമിൽ തസവൂഫിൻ്റെ അസ്ലി എന്ന് വെച്ചാൽ അള്ളാഹുവിലേക്ക് മുറിഞ്ഞു നിന്നുകൊണ്ട് ഇബാദത്തിലായി മാത്രം കഴിയുക എന്നുള്ള അർത്ഥത്തിലാണ് തസവൂഫ് ഉള്ളത്. ഇത് വന്നത്, തസവൂഫിൻ്റെ പദം വന്നത് സഫായിൽ നിന്നാണെന്ന് ചിലർ പറയുന്നു. എന്നാൽ സൂഫിൽ നിന്നാണ് വന്നതെന്ന് ഇബ്നു ഖൽദൂനെ പോലെയുള്ള മറ്റ് ചില പണ്ഡിതരും പറയുന്നുണ്ട്. ഇതിലെ പ്രധാന പണ്ഡിതന്മാർ, ഒന്നാമത്തത് ഖുശൈരി ഇമാം അബുൽ ഖാസിം അബ്ദുൽ കരീം ഇബ്നു ഹവാസിനുൽ ഖുശൈരി എന്ന് യഥാർത്ഥ പേര്. അരിസാലത്തുൽ ഖുശൈരിയ എന്നുള്ള ഗ്രന്ഥമാണ് ഇവരുടെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥം. അടുത്തത് സൂറവർത്തി ഇമാം 236 വഫാത്തായ മഹാനായ ഷിഹാബുദ്ദീൻ സൂറവർത്തി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരുടെ അവാരിഫുൽ മആരിഫ് എന്നുള്ള ഗ്രന്ഥമാണ് ഇവരുടെ ഏറ്റവും മെയിനായിട്ടുള്ളത്. അടുത്തത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഹി എഴുതിയ അസാലി ഇമാം. ഇങ്ങനെ 3 സൂഫികളാണ് ഇതിൽ ഏറ്റവും പ്രശസ്തമായിട്ട് ഉള്ളത്. അടുത്തത് താരീഖിനെ പറ്റി. താരീഖിൽ അമവി കാലഘട്ടത്താണ് താരീഖ് തുടങ്ങിയത് എങ്കിലും അമവി കാലഘട്ടത്തിൽ അവരുടെ ദൗലത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരുന്നു കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് തഫ്സീർ, ഹദീസ് എന്നുള്ള ഇങ്ങനെ ഇൽമ് വന്നപ്പോൾ ഇത് ഇറങ്ങിയ അല്ലെങ്കിൽ നബിതങ്ങൾ ഇത് പറഞ്ഞ സന്ദർഭ സാഹചര്യങ്ങളൊക്കെ ഹദീസിൽ മനസ്സിലാക്കാൻ വേണ്ടി വന്നപ്പോൾ ചരിത്രങ്ങളിലേക്ക് പഠിക്കാൻ തുടങ്ങി ഓരോരുത്തർ. അപ്പോൾ അങ്ങനെയാണ് അവിടെ നിന്നാണ് ചരിത്രം തുടങ്ങുന്നത്. പിന്നീട് ഈ സ്ഥലങ്ങളും പിടിച്ചടക്കലുകളും യുദ്ധങ്ങളൊക്കെ അതിനെപ്പറ്റിയൊക്കെ മെയിനായിട്ട് അറിയുന്ന ആൾ വാഖിദി എന്നവരായിരുന്നു. അബൂ അബ്ദുല്ല മുഹമ്മദ് ബിൻ ഉമർ അൽ വാഖിദി എന്നാണ് യഥാർത്ഥ പേര്. യുദ്ധവും പിടിച്ചടക്കലുകളും ഒക്കെ ഒരുപാട് നന്നായിട്ട് അറിയാവുന്നൊരു ആളായിരുന്നു ഈ വാഖിദി. ഇവരുടെ കിതാബുൽ മആസി, ഫത്വ അഫ്രീഖിയ, ഫത്ഹുൽ അജം എന്നൊക്കെയുള്ള ഈ ഗ്രന്ഥങ്ങൾ വളരെ ഫേമസ് ആണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇവയാണ് ഏറ്റവും ഫേമസ് ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ കുത്തുബുത്ത് തബഖാത്ത്, അതെന്ന് വെച്ചാൽ നമ്മളെ ഹദീസിലൊക്കെ സഹീഹ് ലഈഫ് എന്നൊക്കെ പറയും പോലെ തബഖകളായിട്ട് കുത്തുബുകൾ ഇറങ്ങിത്തുടങ്ങി. അതായത് ഇതിലും റുവാത്തിങ്ങളെ ഇത് റിവായത്ത് ചെയ്ത പണ്ഡിതന്മാരുടെ സിക്കത്തനുസരിച്ചും അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇസ്നാദിലേക്ക് പരിഗണിച്ചുകൊണ്ട് ഇതും തബഖകളായിട്ട് അങ്ങനെ പല ക്ലാസ്സുകളായിട്ട് ഇവയിലും ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട് തുടങ്ങി. അടുത്തത് അൽ അൻസാബ് കിതാബ. അൻസാബ് എന്ന് വെച്ചാൽ ഇൽമുൽ അൻസാബ് എന്ന് വെച്ചാൽ നമ്മളെ കബീലകളെ പറ്റിയുള്ള ഇൽമുകളൊക്കെ അൽഫിയലൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് കവിതകളൊക്കെ പറയുമ്പോൾ ഒരുപാട് ചരിത്രങ്ങളും അതിൽ പറയാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കബീലകളെ പറ്റിയുള്ള ഈ ചരിത്രങ്ങൾ പഠിച്ചു വെക്കുന്നതാണ് ഇൽമുൽ അൻസാബ്. ഇതിൽ ഹിഷാമുൽ കൽബി എന്നുള്ള പണ്ഡിതനായിരുന്നു ഏറ്റവും നല്ല അറിവുള്ള ആൾ. പിന്നെ അടുത്തത് സീറത്തുൻ നബവിയ. സീറത്തുൻ നബവിയക്ക് മാസി എന്നുകൂടി പറയാറുണ്ട്. ഇതിൽ ഇബ്നു ഹിഷാമാണ് മെയിൻ എങ്കിലും ആദ്യമായിട്ട് ഈ പൂർണ്ണമായിട്ടൊരു സീറത്തുൻ നബവിയ എഴുതിയത് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്നുള്ള പണ്ഡിതനായിരുന്നു.
അടുത്തത് ജോഗ്രഫീനെ പറ്റിയാണ്. ജോഗ്രഫിയും അതിലെ പണ്ഡിതന്മാരും ഇങ്ങനെ ഒരു ഇൽമ വെക്കാനുള്ള കാരണം, ഒന്നാമത്തത് ഹജ്ജിന് പോകുന്ന മുസ്ലിങ്ങൾക്ക് ഈ വഴിയൊന്നും തെറ്റാതിരിക്കാൻ വേണ്ടി, ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തത്, അന്ന് ഇസ്ലാമിക സ്ഥലങ്ങളിലേക്ക് ഒരുപാട് യാത്രകൾ ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നു, അപ്പോൾ അവർക്കുള്ള എളുപ്പത്തിന് വേണ്ടി. മൂന്നാമത്തത്, ഈ പിടിച്ചെടുക്കലുകളും യുദ്ധങ്ങളൊക്കെ നടന്നതിന് ശേഷം ഓരോ സ്ഥലങ്ങളിലെയും ഈ ടാക്സ്, ജിസിയ ഇതൊക്കെ ക്ലിപ്തപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. ഈ 3 കാരണത്തിനായിരുന്നു ഇതുണ്ടായിരുന്നത്. അടുത്തത് കിതാബുൽ ബുൽദാൻ ലിൽ യാക്കൂബി. യാക്കൂബി എന്നുള്ള പണ്ഡിതൻ്റെ അഹ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ ജാഫർ ബിൻ വഹബ് ബിൻ വാദിഹ് യാക്കൂബി എന്നുള്ള പണ്ഡിതൻ്റെ കിതാബുൽ ബുൽദാനാണ് ഈ മേഖലയിലെ ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥം. ഇവർക്ക് വേറെ ഒരുപാട് ഗ്രന്ഥമുണ്ട്, അതിൽ ഏറ്റവും ഫേമസ് ആയത് കിതാബുൽ ബുൽദാനാണ്. രണ്ടാമത്തത് താരിഖുൽ യാക്കൂബി എന്നുള്ള ഗ്രന്ഥം. ഈ താരിഖുൽ യാക്കൂബി എന്ന ഗ്രന്ഥത്തിന് ശേഷം വന്ന ഒരുപാട് ഹിസ്റ്ററി ബുക്കുകളുടെ അസലായിട്ട് ഇവരുടെ ഈ താരിഖുൽ യാക്കൂബി എടുക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അഖ്ബാറുൽ ഉമം സാലിഫ എന്നുള്ള താരിഖിൻ്റെ മറ്റൊരു ഗ്രന്ഥമുണ്ട്, ഇതും വളരെ ഫേമസ് ആയ ഒന്നുകൂടി തന്നെയാണ്. പിന്നെ മഖ്ദിസി, ഇവരുടെ റെഡിക്ക് പേര് ഷംസുദ്ദീൻ അബു അബ്ദുല്ല മുഹമ്മദ് അഹ്മദ് ബിൻ അബീബക്കർ എന്നാണ് യഥാർത്ഥ പേര്. ഇവരും ഇതുപോലെ തന്നെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ട്, പിന്നെ അതുപോലെ തന്നെ മുൻപേയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ട്, അതുപോലെ ഒരുപാട് സിഖത്തായ ആളുകളിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയിട്ടും ഇങ്ങനെ ഇൽമ നേടി അതിനുശേഷം ഇങ്ങനെ ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ് ഈ മഖ്ദിസി. ഇവരെ പോലെ ഈ മനുഷ്യരാശിയിൽ മറ്റൊരു പണ്ഡിതൻ വന്നിട്ടില്ല, ഈ മേഖലയിൽ മറ്റൊരു പണ്ഡിതൻ വന്നിട്ടില്ല എന്നാണ് ഒരു സ്പ്രിഞ്ചർ എന്നാണ് നെറ്റിൽ കാണുന്നത്, സ്പ്രിഞ്ചർ പറയുന്നത്. കാരണം ഇവരുടെ ഇങ്ങനെയുള്ള ഈ മുലാഹളയിൽ പോയിട്ട് അന്വേഷിച്ച് പഠിക്കുക എന്നുള്ള വിഷയത്തിൽ ഇവർ അത്രയും ആഴത്തിൽ പഠിക്കുകയും അത്രയും സൂക്ഷ്മതയോടെ പഠിക്കുകയും ചെയ്ത ഒരു പണ്ഡിതനായിരുന്നു. അടുത്തത് അറബികളുടെ അടുത്തുണ്ടായിരുന്ന മാപ്പിനെ പറ്റിയാണ്. അബ്ബാസി കാലഘട്ടത്തിൽ തന്നെ ഈ മാപ്പുകൾ വരഞ്ഞു തുടങ്ങിയിരുന്നു. കിതാബുൽ ബുൽദാൻ വൽ ജോഗ്രാഫി എന്നുള്ള ഗ്രന്ഥം അടിസ്ഥാനമാക്കിയാണ് ഈ മാപ്പുകൾ വരച്ച് തുടങ്ങിയത്. ആദ്യമായിട്ട് ഇത് വരച്ചത് മുഹമ്മദ് ബിൻ മൂസൽ ഖവാറസ്മി എന്നുള്ള ഖവാറസ്മിയാണ് ആദ്യമായിട്ട് ഒരു മാപ്പ് വരച്ചത്. അന്നൊക്കെ ഇതിൻ്റെ അസാസായി, ഇതിൻ്റെ ബേസായിട്ട് എടുത്തിരുന്നത് നീളവും വീതിയാണ്. ഇന്നത്തെ മാപ്പിൽ നമ്മൾ ലോങ്ങിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് കാണുന്ന പോലെ അന്ന് ഒരു പട്ടണത്തിൻ്റെ എത്ര നീളം ഉണ്ടായിരുന്നു, എത്ര വീതി ഉണ്ടായിരുന്നു, ഒരു ടൗണിൻ്റെ അന്നത്തെ ഒരു മദീന, അങ്ങനെയായിരുന്നു അന്നവർ കണക്കാക്കിയത്. പിന്നുള്ളത് ഇൽമുൽ ഹയവാന്. ഈ സോളജിയിൽ കിതാബുൽ ഹയവാനിൽ ജാഹിലിൻ്റെ കിതാബുൽ ഹയവാൻ എന്നുള്ള ഗ്രന്ഥമാണ് ഏറ്റവും പ്രസിദ്ധമായത്. ഇനി അതിനെപ്പറ്റി പറയാം. കിതാബുൽ ഹയവാൻ, ജാഹിലിന് 360 പരം ബുക്കുകളുണ്ട്. അതൊക്കെ അറബി സാഹിത്യത്തോട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ കിതാബുൽ ഹയവാനിന് മുമ്പും ഇവർക്ക് ഈ സുവോളജിയിൽ പറ്റിയിട്ടുള്ള കിതാബുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് കുത്തുബുൽ ഇബിലി വഷാ എന്നുള്ള ഇവരുടെ ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ ഒട്ടകത്തെ പറ്റിയിട്ടും ആടിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് എങ്കിലും അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഭാഷയാണ്. പക്ഷെങ്കിൽ ഇവർ ഈ കിതാബുൽ ഹയവാൻ എഴുതിയപ്പോൾ അതിൽ മനുഷ്യനും മൃഗവും മരവും ഒക്കെ ഇവർക്കൊക്കെ വരുന്ന രോഗങ്ങളും അതിനുള്ള അതിനുള്ള മെഡിസിനുകളും ഒക്കെ ഇവരിൽ ചർച്ച ചെയ്തു. ഇതിൽ മെയിനായിട്ട് ഇവർ ഭാഷയെ നോക്കിയിട്ടില്ല, മെയിനായിട്ട് ഇവർ നോക്കിയത് ഈ മൃഗങ്ങളെ ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അതുമാത്രമല്ല ഇവർ ഇതിൽ അവർക്കറിയാവുന്ന സുവോളജിയും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷെ അതോടൊപ്പം ലാംഗ്വേജും ഇവർ പരിഗണിച്ചിരുന്നു. അന്നുണ്ടായിരുന്ന ഏകദേശം എല്ലാ മൃഗങ്ങളുടെയും അറിവുകളെ ഇവർ കിതാബിൽ ആക്കിയിട്ടുണ്ട്. ആന, മുതല, കഴുകന്, തേനീച്ച, ഇതൊക്കെ ഇവരിൽ വണ്ണാന് ഇതിനെ പറ്റിയിട്ടൊക്കെ ഇവരിൽ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ മെയിനായിട്ട് ഇവർ സോഴ്സായിട്ട് എടുത്തത് ഖുർആനിൽ പറഞ്ഞ തിബ്ബുകളും ഹദീസിൽ നബിതങ്ങൾ പഠിപ്പിച്ച തിബ്ബുകളും പിന്നെ അതുപോലെ തന്നെ പണ്ട് കാലത്തുള്ള അറബി കവിതകളിൽ വന്നിട്ടുള്ള തിബ്ബുകളൊക്കെ നോക്കിയിട്ടാണ് ഇവർ ഈ കിതാബ്
എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.